മഴതോരും മുൻപേയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാലിച്ചനും കുട്ടിച്ചായനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അലീനേനെ എന്തിനാ കൊണ്ടുവന്നത്, നീ ഒന്നും ആലോചിക്കാതെ എന്തിനിങ്ങനെ തീരുമാനം എടുത്തു എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ അപ്പോൾ സ്റ്റാൻലി പറയും, അല്ലാതെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ മകളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവളെ സ്വീകരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കുട്ടിച്ചായൻ പറയും, അല്ല, ഞാൻ അവളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നല്ല നിന്നോട് പറയുന്നത് ലാലിച്ച. അതിന് പകരമായിട്ട് അവൾ ഇപ്പോൾ 23 വയസ്സായ കുട്ടിയാണെന്നല്ലേ നീ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ നമുക്കൊരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവളുടെ ഭാവി ജീവിതത്തിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാം. അപ്പോൾ നിനക്ക് സമാധാനമാവില്ലേ? അതന്നെ നിൻ്റെ സമാധാനക്കേട് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അല്ല, 23 വർഷമായിട്ട് അവൾ ആരും ഒന്നുമില്ലാതെ ഒരു അനാഥ പെൺകുട്ടിയായിട്ട് വളരുമായിരുന്നു. അപ്പോൾ അവൾക്കൊരു നീതി കിട്ടണ്ടേ അപ്പച്ച എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഔതക്കുട്ടിച്ചാനൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ വേദന സ്റ്റാൻഡ് പറയാം, അതൊക്കെ പോട്ടെ, അപ്പച്ചൻ ഒന്നുകൂടി ഒഴിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പച്ചനോട് കുടിക്കാൻ വേണ്ടി പറയാം, മദ്യപിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഔതക്കുട്ടിച്ചായ പറയും, ഇനിയില്ല, ഇനി അവളെ കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡി പറയും, വാ എന്നാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ മുകളിൽ അലീനയുടെ റൂമിലേക്ക് പോവാം. അങ്ങനെ അലീനയുടെ റൂമിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ സ്റ്റാൻഡി പറയും, ഈ റൂമിലാണ് അലീന ഉള്ളതെന്ന് പറയും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, ഈ റൂമോ, ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമല്ലേ ഇത് എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അതെ, അതുകൊണ്ടല്ലേ ഞാനത് അവൾക്ക് കൊടുത്തത് എന്ന് പറയും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, എൻ്റെ പൊന്ന് ലാലിച്ച, അട്ടയെ പിടിച്ച് മെത്തയെ കരുതിയാൽ കിടക്കില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അപ്പച്ചൻ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല അവള്, അത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പച്ചന് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടുക കേട്ടോ. അപ്പോൾ ഡോർ തുറക്കുന്നില്ല, അപ്പോൾ ലോക്കല്ല. വേറെ സ്റ്റാൻലി തുറന്ന് അകത്ത് കയറി. അങ്ങനെ കയറിയപ്പോൾ അതിൻ്റെ അകത്ത് അലീന ഇല്ല. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാൻ തുടങ്ങും, ഓ അതെങ്ങനെയാ, അനുസരണ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് തന്നെ വലിയ ആളായിപ്പോയെന്നുള്ള ഭാവത്തിൽ നടക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അലീനയുടെ കുറ്റം പറയും. അപ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ സ്റ്റാൻലി അവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുവാണ്, ഒച്ചയിൽ ജോലിക്കാരെ വിളിക്കുവാണ്, അൻ്റപ്പൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, എന്തിനാണ് നീ ഇങ്ങനെ അലറണത്, നിനക്ക് പയ്യെ വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ അലീന പറയും, അതേ, ആൻ്റപ്പൻ ചേട്ടനും ബൈജു ചേട്ടനും കൂടി പുറത്തു പോയേക്കുക എന്നും പറഞ്ഞ് അലീന കടന്നു വരും. അപ്പോൾ ഈ അലീനേനെ കാണുന്നതോടുകൂടി ഔതക്കുട്ടിച്ചായൻ്റെ കൺട്രോൾ പോയി. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യനെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ അലീന അടുത്തേക്ക് വരും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയും, ഇത് നിൻ്റെ വല്യപ്പച്ചനാ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനാ എന്ന് പറയുമ്പോൾ അലീനക്ക് ഇങ്ങനെ അതിശയാവും കേട്ടോ. അപ്പോൾ അലീന പറയും, എവിടെയാ വീട് എന്നൊക്കെ ചോദിക്കാം, എവിടെയാ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സ്റ്റാൻലി വന്നിട്ട് പറയും, അപ്പച്ചൻ എന്തൊക്കെയോ നിന്നോട് പറയണമെന്ന്, അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറാം, നിങ്ങൾ ഇനി സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞ് സ്റ്റാൻലി ആ റൂമിൽ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ഔതക്കുട്ടിച്ചായന് എന്താണ് അലീനയോട് പറയേണ്ടതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. കാരണം എന്തൊക്കെ പറയാൻ വേണ്ടി അലീനേനെ ശരിക്കും തല്ലി ഓടിക്കാൻ വേണ്ടി വന്നതല്ലോ. പക്ഷേ ഔതക്കുട്ടിച്ചായന് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അലീന പറയും, വല്യപ്പച്ചൻ എന്നെ ഓടിക്കാൻ വേണ്ടി വന്നതല്ലേ, ഞാൻ ഇപ്പോഴാണ് പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, എങ്ങോട്ട് പോവാൻ, ആര് പോകുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കറിയാം, വല്യപ്പച്ചൻ എന്നെ തല്ലി ഓടിക്കാൻ വന്നതാണെന്ന് എനിക്കറിയാം എന്ന് പറയും. അപ്പോൾ പറയും, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അലീന പറയും, എനിക്കറിയാം, ഞാൻ ഇവിടെ വരുന്നതിന് മുൻപാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എനിക്കിങ്ങനെ ഒരു അച്ഛനുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്നൊക്കെ എനിക്കിതിൻ്റെ പരിണിത ഫലങ്ങളും അറിയാം. ഇനി ഇവിടുത്തെ സ്റ്റാൻലി പപ്പയുടെ ഭാര്യ, കുടുംബം, മക്കൾ എല്ലാവരിൽ നിന്നും ചോദ്യങ്ങൾ വരും. അവരൊക്കെ എന്നെ ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, കുടുംബം തകർക്കാൻ വന്നു, അങ്ങനെ പല പഴികളും ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും പോകാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അത് ഇപ്പോഴാവുന്നതാണ് ഏറ്റവും സൗകര്യം. കാരണം ഇപ്പോൾ ആവുമ്പോൾ എനിക്കിവിടെ ആരെയും പരിചയമില്ല, ഒരുപാട് ആത്മബന്ധം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാമെന്ന് എനിക്ക് വിഷമമാവും എന്നൊക്കെ പറയും. അപ്പോൾ അത് കുട്ടിച്ചായൻ ഇങ്ങനെ ഇവളെ തന്നെ നോക്കിക്കോട്ടെ. കാരണം ഇതൊക്കെ അലീനയോട് പറയാൻ വന്നതാണ്. പക്ഷേ എല്ലാം അലീന തിരിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാം അറിയുന്നൊരു കുട്ടിയാണ് എന്ന് ഔതക്കുട്ടിച്ചായന് മനസ്സിലായി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, നീ സ്റ്റാൻലി എങ്ങനെയാണ് നിന്നോടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, എന്നോട് ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, പിന്നെ അവനിക്ക് നിന്നെ ജീവനാ, അതെനിക്കറിയാം എന്ന് പറയും. അങ്ങനെ അപ്പോൾ അലീന ചോദിക്കും, വലിയപ്പച്ചന് ചായയാണോ കാപ്പിയാണോ വേണ്ടത്? അല്ല, സ്റ്റാൻലി പപ്പ ഇവിടെ കാപ്പിയോ കുടിക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ കുട്ടിച്ചായൻ പറയും, അന്നൊരു പണി ചെയ്യാം, എനിക്ക് ചായ മതി, വാ നിൻ്റെ കൈ കൊണ്ട് ആദ്യമായിട്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി താ എന്ന് പറയും. അങ്ങനെ അലീന
കുട്ടിച്ചായൻ്റെ കൈയൊക്കെ പിടിച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ കിച്ചണിൽ നമ്മുടെ പൗലോസ് ഏട്ടൻ ഇരുന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ കുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവർ രണ്ടുപേരും വരും. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിച്ചായ ചോദിക്കും, എന്താടാ നീ എന്ത് ഭയങ്കര പണിയിലാണല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അതെ എനിക്ക് തന്നെ അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് പണിയെന്ന്, എനിക്കിവിടെ കൈ ഒഴിഞ്ഞിട്ട് നേരില്ല, എന്നിട്ട് ഭയങ്കര പണിയാന്നൊക്കെ പൗലോസേട്ടൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീന പറയും, അന്ന് വലിയപ്പച്ചന് ഞാൻ ചായ ഇടാം എന്ന് പറയും. അപ്പോൾ പൗലോസ് പറയും, അതൊന്നും വേണ്ട, ചായ അത് വേണമെങ്കിൽ ഞാനിട്ട് തരാം, ഈ അടുക്കള എൻ്റെയാ, അതിലാരും വന്ന് നിരങ്ങുന്നൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വലിയപ്പച്ചന് ദേഷ്യം വരും. വലിയപ്പച്ചൻ പറയും, അതെന്താടാ ഇവിടുത്തെ മുതലാളിയുടെ മോൾ ഒരു ചായ ഇട്ടെന്നാൽ അവളുടെ പപ്പയുടെ വീട്ടിൽ അടുക്കളയിൽ കയറി ചായ ഇട്ടുതരുന്നതിന് നിനക്കെന്താ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാം. അപ്പോൾ അനിയന് പറയും, മതി കുഴപ്പമില്ല വലിയപ്പച്ച, ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വലിയപ്പച്ചൻ പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കടാ എന്നൊക്കെ പൗലോസിനോട് പറയാം. അപ്പോൾ പൗലോസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. വേഗം തന്നെ അലീന ഫ്രിഡ്ജൊക്കെ തുറന്ന് പാലൊക്കെ എടുത്ത് ചായ ഉണ്ടാക്കുക. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അലീന 3 കപ്പിലാക്കി ഒഴിച്ച് അതിലൊരെണ്ണം വലിയപ്പച്ചനും കൊടുത്തു, ഒരെണ്ണം പൗലോസേട്ടനും കൊടുക്കാൻ വേണ്ടി പോകും. പൗലോസേട്ടൻ പറയും, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ നമ്മുടെ വലിയപ്പച്ചൻ പറയും, എന്താടാ നിൻ്റെ മുതലാളിയുടെ മോള് നിനക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നത് കുടിക്കാൻ മേലേ, എന്താ അഹങ്കാരോടാ നിനക്ക് എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ പൗലോസേട്ടൻ പറയും, അന്ന് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ് കുടിക്കും. അപ്പോൾ ഈ ചായ കുടിച്ച് കഴിയുമ്പോൾ വലിയപ്പച്ചൻ പറയും, എന്ത് രുചിയാ മോളെ, ഇതാണ് ചായ, എടാ ഇതൊക്കെ നീ നോക്കി പഠിച്ചോട്ടോ ഇവളുടെ കയ്യിൽ നിന്ന് എന്ന് പറയും. അപ്പോൾ അലീന പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പൗലോസേട്ടൻ നന്നായി തന്നെ പാചകം ചെയ്യും എന്നൊക്കെ പറയും, ഞാനും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ചായ കുടിച്ച് നോക്കിയിട്ട് പൗലോസേട്ടൻ പറയാം, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ വലിയപ്പച്ചൻ പറയും, ആർക്കും കുഴപ്പമില്ല, ഒരാളൊരു നല്ല സാധനം തന്നു കഴിഞ്ഞാൽ അതിന് നല്ലതാണെന്ന് പറയാൻ പറ്റണം എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വല്യപ്പച്ചൻ അലീനോട് പറയാണ്, മോളെ സ്റ്റാൻലി പൊതുവേ ഒരു മുരടനാ, അവൻ എന്തെങ്കിലും തരുമ്പോൾ ഞാൻ കുടിക്കാറുണ്ട്, മദ്യപിക്കാറുണ്ട്, അവൻ തരുമ്പോൾ മാത്രമേ ഞാൻ മദ്യപിക്കാറുള്ളൂ. അപ്പോൾ അലീന പറയും, വല്യപ്പച്ച ഈ ചായയും മദ്യവും കൂടി കള്ളും കൂടി കൂട്ടിക്കല്ലെന്ന് പിരിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്ത് നോക്കാനാ മോളെ, അവനൊരു മുരടനാണെങ്കിലും സ്നേഹമുള്ളവനാ എന്ന് പറയും. അപ്പോൾ അലീന പറയും, അത്രയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതേ മോളെ അത്രയ്ക്ക് നിന്നെ സ്നേഹമാണ് എന്ന് പറയും. അങ്ങനെ ഇവർ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ഈ അപ്പച്ചൻ പോയിട്ട് എന്തായിന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ, ടെൻഷൻ അടിച്ച്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കുട്ടിച്ചായ വരും. അപ്പോൾ കുട്ടിച്ചായ വന്ന് കഴിയുമ്പോൾ ചോദിക്കും, എന്തായി അപ്പച്ച, എന്തായി അവളെ കണ്ടോ എന്ന് ചോദിക്കും. പറയും, എന്നിട്ട് എന്തായി അവളെ ഇറക്കി വിടാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടിച്ചായ പറയും, ആര് ഇറക്കി വിടാൻ? അപ്പോൾ അല്ല അപ്പച്ചനല്ലേ അവളെ ഇപ്പം തന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് പോയതെന്ന് പറയും. അപ്പോൾ പറയും സ്റ്റാൻലി പറയും, അല്ല അപ്പച്ചനല്ലോ പറഞ്ഞു അവൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഓടിക്കണം എന്ന് പറഞ്ഞെന്ന് പറയും. അപ്പോൾ ഉദുക്കുട്ടിച്ചായൻ പറയും, സത്യം പറയാലോടാ, നീ എന്തുകൊണ്ടാണ് അവളെ ഇവിടെ സ്വീകരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ നിൻ്റെ അമ്മച്ചിയുടെ തനി പകർപ്പല്ലേടാ അവൾ, അതുകൊണ്ടല്ലേ നീ അവളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പയ്യെ ചിരിക്കൂട്ടോ, എന്നിട്ട് പറയും, നിപ്പും നടപ്പും എല്ലാം ആ ചിന്നമ്മയുടെ പോലെ തന്നെ, ഒരു ചായ ഇട്ട് തന്നു അതും അവളുണ്ടാക്കുന്ന പോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതിനുശേഷം അലീനയും അവതക്കുട്ടിച്ചായനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, ഈ ലാലിച്ചൻ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അലീന ചോദിക്കും, അല്ല വല്യപ്പച്ച ഈ ലാലിച്ചൻ എന്ന പേര് ആരെ ഇട്ടെ, അതെന്നാ അങ്ങനെ ഇട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഈ അവതക്കുട്ടിച്ചായൻ പറയും, അത് ഉണ്ടല്ലോ ചിന്നമ്മ ഇട്ട പേരാ എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഈ പാറ പോലത്തെ മനുഷ്യന് ഇത്ര തേൻ പോലത്തെ പേര്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും. പറയും, അവൻ അത്ര പാറ പോലത്തെ മനുഷ്യനൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ സ്റ്റാൻലിനോട് കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നീ കുറച്ചുകൂടി അവളെ സ്നേഹിക്കണം, ആ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ആണോ, അല്ല അപ്പച്ചൻ അവൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഓടിക്കുമെന്ന് പറഞ്ഞ് വന്നാലോ, അപ്പോൾ ഇപ്പം നിങ്ങൾ സെറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയണത്. പിന്നെ ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ നമ്മുടെ വൈജയന്തിയും ബാലചന്ദ്രനും ഒക്കെ ആയിട്ടുള്ള ഫൈറ്റുകളും പിന്നെ സ്റ്റാൻലി പപ്പയും അലീനയൊക്കെ ആയിട്ട് ഒരുപാട് കുറച്ചുകൂടി അടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.